ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോർമൽ മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് സാരികളൊക്കെ വക്കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പട്ട് സാരിയിലൊക്കെ ചിലപ്പോൾ മെഷീൻ്റെ ഓയിലാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് അത് റിമൂവ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ മെഷീൻ ഓയിലാണ് എടുക്കുന്നത്. ഞാൻ ഇതുവരെ മെഷീൻ ഓയിൽ ഇത് ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഓയിലൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡെമോയിന് വേണ്ടിയിട്ട് മെഷീൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി വിടുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളും സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് സാരിയുടെ ചീത്ത വശത്താണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ. നല്ല വശത്ത് ചെയ്യരുത്. ഇനി ചെയ്യുന്നതൊക്കെ സാരിയുടെ ചീത്ത വശത്ത് തിരിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ തിരിച്ചിട്ടിട്ട് അടിയിലൊരു തുണി വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് സാരിയിലാണോ ഓയിലായിരിക്കുന്ന ആ സാരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പൗഡർ ഏതായാലും ഇടാം കേട്ടോ. ഒന്നും കൂടി നല്ല നൈസ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ വേഗം റിമൂവായി വരും. ഇത് ഞാനിവിടെ ചൂടുകുരുവിൻ്റെ പൗഡറാണ് കേട്ടോ ഇടുന്നത്. ഉപയോഗിക്കാതെ വെച്ചതാണ്. അപ്പോൾ ഒന്ന് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നല്ലോണം പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രത്തോളം ഓയിൽ അതിൽ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പൗഡർ ഇടുക. അതല്ലെങ്കിൽ ആദ്യം ഒന്ന് ഇട്ട് നോക്കിയിട്ട് പിന്നെ പോയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പൗഡർ ഇട്ടിട്ട് ചെയ്യുന്നത് ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ പൗഡർ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അത് ഒന്ന് പൗഡർ ചൂടാക്കി എടുക്കുകയാണ്. ഇതിന് പട്ട് സാരി ആയതുകൊണ്ട് അതിൻ്റെ മുകളിലൊരു കോട്ടൺ തുണി വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ചൂടിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കുക. പൗഡറിന് വേഗം ഓയിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ബ്രഷ് എടുക്കുക കേട്ടോ. യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ബ്രഷ് എടുത്തിട്ട് ഈ പൗഡറിൻ്റെ മുകളിൽ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. ആ പൗഡർ നല്ല ചൂടായിട്ട് തുണിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് നല്ലോണം ഉരച്ചിട്ട് ആ പൗഡർ മാറ്റണം കേട്ടോ. ഈ പൗഡർ ഇട്ടിട്ട് ചെയ്യുന്നത് ചീത്ത വശത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നല്ല വശത്തേക്ക് ആവരുത്. ആ പൗഡറിൻ്റെ ആ വെള്ളം അങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ വെള്ളം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ആ ഭാഗം മാത്രം ഒന്ന് വാഷ് ചെയ്താൽ മതി കേട്ടോ. പൗഡർ ഇട്ട ഭാഗം മാത്രം ആ പൗഡറിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ പാട് പോകാൻ വേണ്ടി ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഞാനിവിടെ വെള്ളത്തിലാക്കി നോക്കി ശരിയാവുന്നില്ല. അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. സോപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ വെള്ളത്തിൽ ഒന്ന് കശക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൗഡറിൻ്റെ പാട് പറ്റ പോവും. അപ്പം വാഷ് ചെയ്തിട്ട് ഇതൊന്ന് ഉണങ്ങിയാൽ ശരിയാവും കേട്ടോ. ഞാനിവിടെ ഒന്ന് അയൺ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, വേഗം ഉണക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ചൂടിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കറ പറ്റ പോയിട്ടാ. നല്ല ഭാഗത്ത് അതൊന്നും കാണില്ല. ചീത്ത വശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പൗഡർ ഇട്ടതിൻ്റെ ചെറിയൊരു വെള്ളപ്പാണ്ടുണ്ടാവും. അത് നിങ്ങൾ സോപ്പ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കാണില്ല കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് അയൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് മുഴുവനും ഉണങ്ങിയതാണ്. അപ്പോൾ ഓയിലിൻ്റെ കറ പറ്റപ്പോയി. ഫ്രണ്ടിലും അതായത് മുൻവശത്തും പുറം ഭാഗത്തും ഉള്ള ഓയിലിൻ്റെ സ്റ്റെയിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പൗഡറിൻ്റെ ഇതും കൂടി പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ പട്ട് സാരിയിലൊക്കെ ഇങ്ങനെ ഓയിലിൻ്റെ സ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.